അരക്കപ്പ് പാല് ചൂടാവുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തൊന്ന് കുറുക്കിയെടുക്കണം. പാൽപ്പൊടി ഇല്ലെങ്കിൽ 1 കപ്പ് പാലെടുത്ത് അരക്കപ്പായി കുറുക്കിയെടുത്താലും മതിയേ. ഇനി 2 കപ്പ് ശർക്കര പൊടിച്ചതിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിനായിട്ട് 4 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഉണക്ക തേങ്ങയൊക്കെയാണെങ്കിൽ പലഹാരത്തിന് ടേസ്റ്റ് കൂടും. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുത്ത് 3-4 മിനിറ്റ് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കളറൊക്കെ ഇതുപോലെ ഒന്ന് മാറി വരുമ്പോൾ ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ മിക്സും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇളക്കി നന്നായിട്ട് വെള്ളമെല്ലാം വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം. ആഹാ, എന്താ ഒരു സ്മെല്ലൊക്കെ എന്നറിയോ, കൊതിപ്പിക്കുന്ന ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചെറിയ ചൂടോട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ. ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.